Hi everyone. Statistical methods for psychological research in the class like in the Dr. Munawar Fairuz. So we particular course intended point research statistics use psychology where field engineering field research statistics random coexisting. So research statistics there is no research. 99.9% of research statistics use. So this particular course point statistics use statistics basic principles, basic parameters, basic concepts detail. Okay, so first unit introduction basic okay, so unit 1. Statistics. Okay, so statistics research context. So research കേരളത്തിലുള്ള സ്റ്റുഡൻസിന്റെ സ്റ്റുഡൻസിന്റെ let's say this is the population of Kerala. ഇതിലുള്ള സ്റ്റുഡൻസിന്റെ intelligence quotient. Okay, intelligence quotient ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. Okay, so അതിനു വേണ്ടിയിട്ട് ഞാൻ കേരളം മൊത്തം ഞാൻ സർവേ ചെയ്യില്ല, ഒരു സാമ്പിൾ എടുക്കും അല്ലേ. സോ ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നു. ആ ക്വസ്റ്റ്യനെയറിൽ ലെറ്റ്സ് സേ ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 100 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ബേസ് ചെയ്തിട്ടാണ് ഞാൻ IQ പറയാൻ പോകുന്നത്. സോ IQ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 100 ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഫുള്ള് ശരിയാക്കുന്നവർക്ക് ഫുൾ IQ ആയിരിക്കും അല്ലെ. സോ അത് ശരിയാക്കുന്നതിനനുസരിച്ച്, ഉത്തരം ശരിയാക്കുന്നതിനനുസരിച്ച് നമ്മൾ IQ ലെവൽ മാറും. സോ ദിസ് ഈസ് വൺ കൈൻഡ് ഓഫ് എ ടെസ്റ്റ്. നമ്മളൊരു ടെസ്റ്റ് നടത്തുകയാണ്. സോ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യനെയർ ആണ് നമ്മൾ സർവേ ഇൻസ്ട്രുമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് IQ എത്രയാണ് എന്നുള്ളതാണ്. സോ അതിനു വേണ്ടി ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ സ്റ്റുഡൻസ് ആണ്. സോ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഏത് ഏജിലുള്ളതാണ്. സോ ലെറ്റ്സ് സേ 10 to 20 ഏജിൽ വരെ ഈ ഗ്രൂപ്പിൽ വരുന്നവരെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സ്റ്റുഡൻസിന്റെ IQ ആണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ കേരളത്തിൽ 10 to 20 വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും. നമ്മൾ എല്ലാവരെയും ചെയ്യില്ല, നമ്മൾ അതിലൊരു സാമ്പിൾ മാത്രം എടുക്കും അല്ലെ, ഒരു പ്രോസസ്. സോ ആ ഒരു പ്രോസസ്സിൽ സാമ്പിൾ എടുക്കുന്ന പ്രോസസ്സും there is some technique, there is some scientific way, there is some systematic way അല്ലെ. ഒരു സിസ്റ്റമാറ്റിക് സയന്റിഫിക് വേ ാണ് ഞാൻ ആ സാമ്പിൾ എടുക്കുന്നത്. സാമ്പിൾ എടുക്കുമ്പം കൃത്യമായിട്ട് മനസ്സിലാക്കുക, സാമ്പിൾ എടുക്കുമ്പം ആ സാമ്പിൾ ഈ ഒരു പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാമ്പിൾ ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിൽ വരുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു സാമ്പിൾ ഞാൻ ഇതിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ആ ഒരു സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി റെപ്രസെന്റേറ്റീവ് ഓഫ് ദിസ് പോപ്പുലേഷൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു, അവർ ആൻസർ ചെയ്യുന്നു. ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡാറ്റ ഞാൻ സ്റ്റോർ ചെയ്യുന്നു. ഡാറ്റ കളക്ഷൻ കഴിഞ്ഞിട്ട് ഡാറ്റ ബേസ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഡാറ്റ ബേസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡാറ്റ ബേസിലുള്ള പാരാമീറ്റർ ഞാൻ ഒരു കാര്യം നോക്കുന്നത് സ്കോർ ആണ് ഞാൻ നോക്കുന്നത്. സോ സ്കോർ നോക്കിക്കഴിഞ്ഞിട്ട് ആവറേജ് സ്കോർ എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. സ്റ്റുഡൻസിന്റെ 500 കുട്ടികളെയാണ് ഞാൻ സർവേ ചെയ്തെങ്കിൽ 500 കുട്ടികളുടെയും ആവറേജ് സ്കോർ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഈ ടേംസ് എല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഞാനൊരു ഉദാഹരണം മാത്രം പറയുകയാണ് ഇവിടെ. ആവറേജ് സ്കോർ നമുക്ക് കിട്ടും,
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടും. അതേപോലെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ ഏതെല്ലാം പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നു അതെല്ലാം നമുക്ക് നിങ്ങൾ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. നമ്മളിപ്പോൾ ചെയ്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു മെത്തേഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഇതിൽ ഓരോ സ്റ്റേജിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് നമ്മൾ ഒരു പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്യുന്നു, ഒരു ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്നു, ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലെ സാമ്പിൾസിന്റെ എണ്ണം നിശ്ചയിക്കുന്നു. 500 എന്ന് ഞാൻ റാൻഡം ആയിട്ട് പറഞ്ഞു, പക്ഷെ 500 തന്നെ ആവണമെന്നില്ല, 500 വേണമെന്നും നിർബന്ധമില്ല. അതും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലയിലൂടെയാണ് നമ്മൾ ആ നമ്പർ ഓഫ് സാമ്പിൾസ് കണ്ടെത്തുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് വേണം, അതും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ഏത് സാമ്പിൾ ഏത് രീതിയിൽ എടുക്കണം, അതും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഇനി ഈ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡാറ്റ ഞാൻ ഓർഗനൈസ് ചെയ്ത് ഒരു എക്സൽ ഷീറ്റിലാക്കി മാറ്റി അതിന് ഡാറ്റ ബേസ് ഡെവലപ്പ് ചെയ്ത് വെക്കുന്നതിന് സ്റ്റുഡന്റ് നമ്പർ 1, 2, 3 scores obtained for question 1, question 2, question 3, question 4 up to 100 questions, up to 500 students. ഓരോന്നിന്റെയും ആൻസേഴ്സ് തെറ്റാണോ ശരിയാണോ തെറ്റാണോ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഈസ് എ ഡാറ്റ ഷീറ്റ്, ഡാറ്റാ ബേസ്. ഇനി ഇതിനെ ഞാൻ അനലൈസ് ചെയ്യുന്നു, ആവറേജ് കണ്ടുപിടിക്കുന്നു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു, ഞാൻ കമ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് അഗെയിൻ ആൻഡ് കാൽക്കുലേഷൻ പാർട്ട് ഓൾസോ ഇൻവോൾവ്സ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഇതേപോലെ തന്നെ ഇന്റലിജന്റ് ക്വോഷ്യന്റ് ആണെങ്കിലും ഇമോഷണൽ ഇന്റലിജൻസ് ആണെങ്കിലും, ഓക്കെ, ഇമോഷണൽ ഇന്റലിജൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൈറ്റിന്റെ effect of light on performance of students. Okay, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈറ്റ് ബ്രൈറ്റ് ആക്കുന്നു, ലോ ആക്കുന്നു, സ്റ്റുഡൻസിന്റെ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി അല്ലെങ്കിൽ ഹൗ ഫാസ്റ്റ് ദേ ക്യാൻ ക്യാപ്ചർ സംതിങ് ഡിപ്പെൻഡിങ് ഓൺ ദ ലൈറ്റ്. ലൈറ്റ് ഡിം ആവുമ്പം, ലൈറ്റ് ബ്രൈറ്റ് ആവുമ്പം, അല്ലെ, അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ കോൺസെപ്റ്റ് മാറുന്നത്, അപ്പം ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കും. സോ അതും ഒരു റിസർച്ച് പ്രോബ്ലം ആണ്. സോ ദാറ്റ് റിസർച്ച് പ്രോബ്ലം നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രം. നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെല്ലാം പഠിക്കാം, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. Explain the meaning of statistics. That's the first thing. Discuss the role of statistics in research. Describe the limitations and misinterpretation. Statistics is not a completely correct thing. It is not 100% accurate. There are some problems, there are some limitations, misinterpretations and everything. So adellam nammal arinjirikkanam as a student, as a research student, നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഡിസ്കസ് ദ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്. ഏതെല്ലാം സ്കെയിൽസ് ഉണ്ട്? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ, then finally ratio scales. Then explain descriptive and inferential statistics. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്? സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് ആൻഡ് മീനിങ്ങിലൂടെ പോകാം. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഡെഫിനിഷൻസ് ആണ്. The term statistics finds its origin in an Italian term called statista. Okay, statista was a person who deals with the state related affairs and activities. Okay, that's why it is called statista. Okay, person who deals with state related activities. For example, like tax related things, war plans and all, right? So അങ്ങനെയുള്ള ആളുകളെ statista. So it came out from that word statista and it converted to statistics. Okay, so അതൊരു definition അല്ലെങ്കിൽ ഒരു meaning ആയിട്ട് നമുക്ക് പറയാം. In simple terms, statistics can be described as a science of
classifying, organizing, and analyzing the data. So for example, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമ്മുടെ ഒരു റിസർച്ച് നമ്മൾ ചെയ്യുമ്പോൾ it's actually done in a scientific way. It is done in a scientific way. So the science of classifying, so ഞാൻ കളക്ട് ചെയ്ത ഡാറ്റ എന്തായിരുന്നു, ആളുകളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ഇന്റലിജൻസ് കോഷ്യന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റയാണ് ഞാൻ കളക്ട് ചെയ്തത്. So that was a questionnaire and അവരുടെ ആൻസേഴ്സ് ആണ് ഞാൻ കളക്ട് ചെയ്തത്. So that science of classifying, organizing and analyzing the data, അതിനെ നമ്മൾ simple terms we say that statistics എന്ന് പറയും. It can also be explained as a science that involves the use of scientific and systematic methods in order to analyze the numerical data related to a phenomenon and then draw inferences and conclusions from there. Exactly what I said in the case of the previous example. ഞാൻ പറഞ്ഞു ഇന്റലിജൻസ് കോഷ്യന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുട്ടികളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാണ്. സോ ഡാറ്റ കളക്ട് ചെയ്യുന്ന കേസിൽ ഇനീഷ്യലി വി ആർ ഫിക്സിംഗ് ദ സാമ്പിൾ അല്ലെ, ദാറ്റ്സ് എ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സാമ്പിളിന്റെ സൈസ് ഫിക്സ് ചെയ്യുന്നു, പോപ്പുലേഷൻ ഫിക്സ് ചെയ്യുന്നു, ഏതൊക്കെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യണമെന്ന് ഫിക്സ് ചെയ്യുന്നു, എങ്ങനെ ഡാറ്റ 500 പേര് നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു. അത് ഒരു സ്ഥലത്ത് നിന്ന്, കേരളം എന്ന് പറയുന്ന ഒരു പോപ്പുലേഷന്റെ ഒരു ഡിസ്ട്രിക്റ്റ് നിന്ന് മാത്രം കളക്ട് ചെയ്താൽ മതിയോ? പോരാ. നമ്മൾ അത് കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ വരുന്ന എല്ലാ ജില്ലകളിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. 14 ഡിസ്ട്രിക്ട്സ്, എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് വന്ന്, സോ അതും ദാറ്റ് ഇസ് ഓൾസോ എ സിസ്റ്റമാറ്റിക് മെത്തേഡ്. വി കനോട്ട് സിംപ്ലി നമ്മൾ കാസർഗോഡ് നിന്ന് തന്നെ നമുക്ക് 100 ഡാറ്റ കളക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളിടത്ത് നിന്ന് 50 വെച്ച് കളക്ട് ചെയ്താൽ മതിയോ? മതിയാവില്ല. നമുക്ക് അതിനും ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഉണ്ട്. എത്ര ഡാറ്റ എത്ര ഡിസ്ട്രിക്റ്റ് നിന്ന് കളക്ട് ചെയ്യണം എന്നുള്ളതും നമ്മൾ സിസ്റ്റമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ സാമ്പിളിന്റെ സൈസും സാമ്പിൾ കളക്ട് ചെയ്യുന്നത് എവിടെയെന്ന് എന്ന് ഫിക്സ് ചെയ്യുന്നത് വരെ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്ന മെത്തേഡ് ആണെങ്കിലും അതിൽ നിന്നും നമ്മൾ ഇൻഫറൻസസും കൺക്ലൂഷൻസും എടുക്കുന്നതാണെങ്കിലും ഇതെല്ലാം സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് കോൾഡ് statistics. It can be defined as a mathematical science pertaining to collection, analysis, interpretation and presentation of data. Again, same definition in a different way. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, if you are asked to write about definitions of statistics or meaning of statistics, ഈ definitions എല്ലാം എഴുതുക and you explain it also the way I said. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. So mathematical science pertaining to collection, analysis and interpretation and presentation of data, that is statistics. So Mohanty and Mishra in 2016 highlighted the following important points related to statistics. So ആ points എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. So അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, statistics can be termed as a science in which the facts related to social events are observed, recorded and computed. ഒരു സോഷ്യൽ ഇവന്റ്സ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ എന്തുമാവാം. നമുക്ക് ഒരു പോപ്പുലേഷനിൽ നടക്കുന്ന ഏതൊരു ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് അങ്ങനെ പറയാം. ഇപ്പൊ ഒരു പാൻഡമിക് സിറ്റുവേഷൻ, ഇപ്പൊ കൊറോണ സമയത്ത് ഏതൊക്കെ ആളുകളിലാണ് കൊറോണ കൂടുതലായിട്ട്, ഏത് ഏജ് ഗ്രൂപ്പിലാണ് കൊറോണ കൂടുതലായിട്ട് വന്നത്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് കൂടുതലായിട്ട് വന്നത് അല്ലെ. സോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡാറ്റ, ദാറ്റ് ഇസ് എ ഡാറ്റ, ആ ഡാറ്റ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അത് വെച്ച് നമ്മൾ ഇൻഫറൻസസും കമ്പ്യൂട്ടേഷൻസും എല്ലാം ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ termed as statistics. That is termed as statistics. It is organization of data, its classification, analysis, process involved in statistics. The process is involved. നമ്മൾ ആ ഡാറ്റ കളക്ട് ചെയ്താൽ മാത്രം പോരാ, that should be organized. ക്ലാസിഫൈ ചെയ്യണം, ഏതൊക്കെ ഏജ് ഗ്രൂപ്പ് ആണ് നമ്മൾ പഠിക്കുന്നെങ്കിൽ ഏജ് ഗ്രൂപ്പ് ബേസ്ഡ് ക്ലാസിഫൈ ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് ജെൻഡർ വൈസ് ആണെങ്കിൽ ജെൻഡർ വൈസ് കൊറോണ ആ ഇഫക്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം അല്ലെ, എന്നിട്ട് അനലൈസ് ചെയ്യണം. ഇത്രയും പ്രോസസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇൻവോൾവ് ആയിട്ട് ഉള്ളത്. വേരിയസ് ഇവന്റ്സ് ആൻഡ് ഫിനോമിനൻ can be described, explained and compared with the help of statistics. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് കേരളയിൽ വന്നിട്ടുള്ള കൊറോണ പേഷ്യൻസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ തമിഴ്നാടുവിലുള്ള കൊറോണ പേഷ്യൻസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ കമ്പയർ ചെയ്യാണ്.
അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് നമ്മൾ കമ്പയർ ചെയ്യണം. സോ അതും നമുക്ക് കമ്പയർ ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും, നോട്ട് ഓൺലി കമ്പാരിസൺ, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഹിസ്റ്റോറിക്കലി ലാസ്റ്റ് 2 ഇയേഴ്സിന്റെ ഒരു മന്ത്ലി ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, സോ ജാനുവരി 2020 തൊട്ട് ജാനുവരി 2021 വരെയുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. സോ ഈ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം വാട്ട് ഷുഡ് ബി ദ കേസ് ഇൻ ദ കേസ് ഓഫ് ജാനുവരി 2022 ആകുമ്പോഴേക്ക് എന്തായിരിക്കും കണ്ടീഷൻ, ഈ പാൻഡമിക് കണ്ടീഷൻ എന്തായിരിക്കും എന്നുള്ള പ്രഡിക്ഷൻ അല്ലെ. സോ അതേപോലെ ബിസിനസിന്റെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്, ബിസിനസിന്റെ കോണ്ടെക്സ്റ്റിൽ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 5 ഇയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. സോ നെക്സ്റ്റ് 5 ഇയേഴ്സിന് നമുക്ക് എങ്ങനെ പ്രൊജക്ട് ചെയ്യാം, പ്രോഫിറ്റ് എത്ര ഉണ്ടാവും എങ്ങനെ പ്രൊജക്ട് ചെയ്യാം അല്ലെ. സോ ദാറ്റ്സ് ബേസിക്കലി എ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് വേ. ഇനി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ സം ബേസിക് കോൺസെപ്റ്റ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒന്ന് പോപ്പുലേഷൻ. Population is a term can be used to describe the persons, objects, elements, animals, or even reactions that can display a pattern of characteristics that is unique. So ഉദാഹരണം ഞാൻ പറഞ്ഞു, നമ്മളൊരു പോപ്പുലേഷൻ ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റുഡൻസ് എന്ന് പറയുന്ന പോപ്പുലേഷൻ ആണ് കേരളത്തിലെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന പോപ്പുലേഷൻ. സോ വൈ കേരള? Because Kerala students has got a characteristics. Students has got a characteristics. അഡൽട്ടിലല്ല, നമ്മൾ സ്റ്റുഡൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ അവർക്കൊരു പാറ്റേൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻസിന്റെയും യൂറോപ്യൻസിന്റെയും ഇന്റലിജൻസ് കോഷ്യന്റ്, അതിന്റെ ഡിഫറൻസ് എന്താണ്, എത്രയാണ്, ആർക്കാണ് കൂടുതൽ ഇന്റലിജൻസ് കോഷ്യന്റ് ഉള്ളത്, ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഇന്ത്യൻസ് ആൻഡ് യൂറോപ്യൻസ്. സോ അങ്ങനത്തെ കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾ പഠിക്കുമ്പം എന്തുകൊണ്ട് ഇന്ത്യൻ, എന്തുകൊണ്ട് യൂറോപ്യൻ? ഇന്ത്യൻ ഹാസ് ഗോട്ട് എ പോപ്പുലേഷൻ ആൻഡ് ഇന്ത്യ ഹാസ് ഗോട്ട് എ ക്യാരക്ടറിസ്റ്റിക്, എ യുണീക് ക്യാരക്ടറിസ്റ്റിക്സ്. ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായത് അവരുടെ കൾച്ചറിൽ നിന്നാവാം, അവരുടെ ഹിസ്റ്ററിയിൽ നിന്നാവാം അല്ലെ, അവരുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നാവാം. സോ എവറിഥിങ് ഇസ് റിലേറ്റഡ്. അതുകൊണ്ട് അവർക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. ഓക്കെ. സോ അതുകൊണ്ട് ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആളുകൾ തന്നെയാണോ എന്നില്ല എപ്പോഴും. ഇനി ഞാൻ പറയുന്നു, നമ്മൾ ആന്ത്രാക്സ് വന്നിട്ടുള്ള മൃഗങ്ങളുടെ ഒരു ബിഹേവിയർ നമ്മൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു വിചാരിക്കും. സോ അവിടെ അത് നമ്മൾ ആനിമൽസിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോ ദ പോപ്പുലേഷൻ ഇസ് ആനിമൽ. അവിടെ നമ്മൾ മനുഷ്യരിൽ ചെയ്തിട്ട് കാര്യമില്ല. സോ ദാറ്റ് ഇസ് എൻ ആനിമൽ. ഇനി നമ്മൾ ഇതൊന്നുമല്ല, നമ്മളൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കാറിന്റെ എഞ്ചിൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് വിചാരിക്കാം, കാർ എഞ്ചിൻ. സോ ആ കാർ എഞ്ചിനിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ പെർഫോമൻസ് എത്രയാണെന്നുള്ളതാണ്. സോ പെർഫോമൻസ് നമ്മൾ ഹൈ, ലോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ, ആവറേജ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇടുകയാണെങ്കിൽ, സോ ഒരു 100 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ വി ഹാവ് ഗോട്ട് 70 ഹൈ പെർഫോമൻസ് ആൻഡ് 5 low performance, and the remaining 25 in the average performance. So അവിടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കാറിന്റെ എഞ്ചിൻ ഉണ്ടാക്കി നമ്മളെ പ്രോഡക്റ്റ് ആണ്, ദാറ്റ് ഇസ് എൻ എലമെന്റ്, റൈറ്റ്? സോ അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. പോപ്പുലേഷൻ ഇസ് ടേം, ഈ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ടേം can be used to describe the person, object or elements, or even reaction that display a pattern of characteristics that is unique. It can also be explained as a set of person, object or elements, animals, reactions that can researcher want to study, that the researcher want to study. ഞാൻ എന്താണോ എൻ്റെ റിസർച്ചിൽ എൻ്റെ ഒബ്ജക്റ്റീവ്, അതിനനുസരിച്ചായിരിക്കും എൻ്റെ പോപ്പുലേഷൻ വരുന്നത്. സാമ്പിൾ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പോപ്പുലേഷൻ മൊത്തം സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. സോ ഇന്ത്യയിലെ ആളുകളുടെ ഇന്റലിജൻസ് കോഷ്യന്റ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിലെ 100 ചില്ലാൻ കോടിയോളം ആളുകളുടെയും ഡാറ്റ എനിക്ക് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് നോട്ട് എക്കണോമിക്കൽ, ദാറ്റ് ഈസ് നോട്ട് വർത്ത് ഓൾസോ. ഇറ്റ് ഈസ് നോട്ട് വർത്ത് കളക്ടിങ് ഡാറ്റ ഫ്രം ഓൾ ദ പീപ്പിൾ. സോ therein we use the sample. നമ്മളൊരു സാമ്പിൾ എടുക്കും. So in simple terms, sample can be defined as a group of individuals who participate in research. A sample is a smaller group from the population that participate in the research. It is important that the sample is representative of the population
it is as much as possible similar to the population or possess the same characteristics or the elements of the population. അപ്പൊ നമുക്ക് 100% നമ്മളിപ്പോ ഒരു ഇത്രയും കോടിയുള്ള ഒരു 110-130 കോടി ആളുകളുള്ള ഒരു കൺട്രിയില് നമുക്ക് എല്ലാവരെയും എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലെറ്റ്സ് ഒരു 1000 സാമ്പിൾസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. 1000 സാമ്പിൾസ്. സോ 1000 സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഈ 1000 സാമ്പിളും ഈ 130 crore ആളുകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിരിക്കും. നമ്മൾ എല്ലാ ജില്ലകളിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നും നമ്മൾ റെപ്രസെന്റേഷൻ വേണ്ടി വരും അല്ലെ, എല്ലാ സ്റ്റേറ്റിൽ നിന്നും റെപ്രസെന്റേഷൻ വേണ്ടി വരും. ഈ 130 crore ആളുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ജെൻഡർ ഡിസ്ട്രിബ്യൂഷൻ, ഇതിലൊരു 50 കോടി ആണുങ്ങളും അല്ലെങ്കിൽ പെണ്ണുങ്ങളും ബാക്കി 70 കോടി ആണുങ്ങളും ആണെങ്കിൽ നമ്മുടെ സാമ്പിളിലും അതേപോലെ ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ കാണിക്കും. That should be there, like 40 to 50%. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ സാമ്പിളിലും വരണം. പക്ഷെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും വയ്യ. കാരണം നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കറക്റ്റ് സാമ്പിൾ പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ പോപ്പുലേഷൻ പോലെ ആയിരിക്കില്ല സാമ്പിൾ. പക്ഷെ ആസ് ഫാർ ആസ് പോസിബിൾ. അപ്പൊ നമ്മുടെ റിസൾട്ടിന്റെ ആക്യുറസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മൾ എടുക്കുന്ന സാമ്പിളും അതിന്റെ റെപ്രസെന്റേറ്റീവ്നെസ് ടു ദ പോപ്പുലേഷൻ അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. Parameter. A parameter can be termed as a value that provides information about the population that is investigated in the research. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഈ പോപ്പുലേഷന്റെ ഇന്റലിജൻസ്, ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പോപ്പുലേഷന്റെ ഇന്റലിജൻസ് കോഷ്യന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു പോപ്പുലേഷന്റെ ഇന്റലിജൻസ് കോഷ്യന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരാമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു പാരാമീറ്റർ, ഏതൊരു ഫാക്ടർ ആണോ നമ്മൾ അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സോ ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ പാരാമീറ്റർ, പോപ്പുലേഷന്റെ ആ ഒരു ഫാക്ടറിനെയാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. പക്ഷെ സാമ്പിളിന്റെ കേസിൽ പോപ്പുലേഷന്റെ പാരാമീറ്റർ എന്ന പോലെ സാമ്പിളിന് കറസ്പോണ്ടിങ് പാരാമീറ്റർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പോപ്പുലേഷന്റെ കേസിൽ മീൻ IQ, ഓക്കെ, ആവറേജ് IQ അല്ലെങ്കിൽ മീൻ IQ എന്ന് പറയുന്നതാണ് നമ്മൾ പാരാമീറ്റർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സാമ്പിളിൽ അതിന്റെ മീൻ, ഓക്കെ, സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനെ നമ്മൾ വിളിക്കുന്നത് ജനറലി ടേംഡ് ആസ് സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്. സോ പാരാമീറ്റർ ടു പോപ്പുലേഷൻ, സ്റ്റാറ്റിസ്റ്റിക് ടു സാമ്പിൾ. മീൻ തന്നെയാണോ എന്നില്ല, വേരിയൻസ് ആവാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, കോറിലേഷൻ ആവാം, എന്തും ആയിക്കോട്ടെ, ഏതൊരു ഫാക്ടർ ആയിക്കോട്ടെ, അതിനെ പോപ്പുലേഷനിൽ നമ്മൾ പാരാമീറ്റർ എന്ന് വിളിക്കുന്നു, സാമ്പിളിൽ അതിനെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിക്കും. Thus a researcher will measure the weight of, so നമ്മളൊരു ജനിച്ച കുട്ടികളുടെ വെയിറ്റ് ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 500 പുതുതായിട്ട് ജനിച്ച കുട്ടികൾ. സോ അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന വെയിറ്റിന്റെ മീൻ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റാറ്റിസ്റ്റിക് ആയിരിക്കും. സോ പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു കമ്പാരിസൺ ആണ് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്. പാരാമീറ്റർ പോപ്പുലേഷന്റെ കേസിലാവുമ്പോൾ പാരാമീറ്റർ ദാറ്റ് ഈസ് മ്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഈ നൊട്ടേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ, ഇതിന് നമ്മൾ എക്സ് ബാർ എന്ന് നോട്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ. സാമ്പിളിന്റെ കേസിൽ സ്റ്റാറ്റിസ്റ്റിക് ആവുമ്പോൾ ദാറ്റ് ഈസ് എസ്. വേരിയൻസ് സിഗ്മ സ്ക്വയറും സ്റ്റാറ്റിസ്റ്റിക്കിൽ സ്ക്വയർ. സോ ഇതെല്ലാം പോപ്പുലേഷന്റെ കാര്യങ്ങളാണ്, ഇതെല്ലാം സാമ്പിളിന്റെ കാര്യങ്ങൾ. ഇനി ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് വേരിയബിൾ. എന്താണ് വേരിയബിൾ എന്ന് പറയുന്നത്? എനിത്തിങ് ദാറ്റ് വേരി, അല്ലെ, സംതിങ് ദാറ്റ് വേരീസ്. സോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ IQ ആയിരിക്കില്ല രണ്ടാമത്തെ സ്റ്റുഡന്റിന്, മൂന്നാമത്തെ സ്റ്റുഡന്റിന് വേറെ ആയിരിക്കും. സോ IQ is a variable, that is actually a variable. അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ പെർഫോമൻസിന്റെ എക്സാം, അത് വേരിയബിൾ ആണ്. ഒന്നാമത്തെ സ്റ്റുഡന്റിന്റെ മാർക്ക് ആയിരിക്കില്ല രണ്ടാമത്തെ സ്റ്റുഡന്റിന്, മൂന്നാമത്തെ സ്റ്റുഡന്റ്. സോ മാർക്ക് is a variable. Mark or scores obtained in an exam is a variable. So it can also be explained as a quantity or a number that will vary and will have different values. So ഉദാഹരണത്തിന് ഇമോഷണൽ ഇന്റലിജൻസ്, സെൽഫ് എസ്റ്റീം, ഇതെല്ലാം നമുക്ക് വേരിയബിൾ ആയിട്ട് ടേം ചെയ്യാം. കാരണം ഇതെല്ലാം മാറും, ഓരോ ഇൻഡിവിജ്വലും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഇസ് എ വേരിയബിൾ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ കാര്യം ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ?
Independent variable, അതിന്റെ definition ആയിട്ട് നമുക്ക് പറയാം, variable that is manipulated by the researcher is independent. I can manipulate that. ഉദാഹരണം പറയാണ്, നമ്മളൊരു സ്റ്റഡി ചെയ്യാൻ പോവാണ്. പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻറ്, ഓക്കെ, ഇൻ an exam due to the light, condition of the light. അപ്പോൾ നമ്മൾ ഡിം ആവുമ്പോഴും ബ്രൈറ്റ് ആവുമ്പോഴും അല്ലെ, പെർഫോമൻസ് ഓഫ് ദ സ്റ്റുഡൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യേണ്ട ഒരു സാധനമാണ് അല്ലെ, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് ഓട്ടോമാറ്റിക്കലി വരേണ്ടതാണ്. ദാറ്റ്സ് എ റിസൾട്ട് ഓഫ് സംതിങ്. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് നമുക്ക് വേരി ചെയ്യാം, നമ്മൾ അത് വേരി ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഞാൻ ലോ, മീഡിയം, ഹൈ അല്ലെ, അങ്ങനെ ലൈറ്റ് ഞാൻ ഒരു ക്ലാസ് റൂമിലുള്ള ലൈറ്റ് ഞാൻ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കറസ്പോണ്ടിങ് ടു ലോ, വാട്ട് ഈസ് ദ പെർഫോമൻസ്? കറസ്പോണ്ടിങ് ടു മീഡിയം, വാട്ട് ഈസ് ദ പെർഫോമൻസ്? കറസ്പോണ്ടിങ് ടു ഹൈ ലൈറ്റ്, വാട്ട് ഈസ് ദ പെർഫോമൻസ്? അതെനിക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതിനെ ഞാൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. എന്റെ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഞാൻ ചേഞ്ച് ചെയ്യുമ്പം ആക്ച്വലി പെർഫോമൻസ് ഓഫ് ദ സ്റ്റുഡൻസ് മാറും, ഓട്ടോമാറ്റിക്കലി മാറും. സോ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന് ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് ഇസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സംതിങ്. സോ അതിനൊരു ഡെഫിനിഷൻ ആയിട്ട് പറയാം, ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാം എന്താണ്? വേരിയബിൾ ദാറ്റ് ഇസ് മാനിപ്പുലേറ്റഡ് ബൈ ദ റിസർച്ചർ, ദാറ്റ് ഇസ് ഇൻഡിപെൻഡന്റ്. Dependent variable means a variable that is measured for any changes when independent variable is manipulated. ഞാൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള ലൈറ്റ് ഞാൻ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പെർഫോമൻസ് ഓഫ് ദ സ്റ്റുഡൻസ് എങ്ങനെ മാറുന്നു എന്ന് എനിക്ക് മെഷർ ചെയ്യാം. ദാറ്റ് ഇസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ദാറ്റ് ഈസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. അടുത്തൊരു വെറൈറ്റിയാണ് എക്സ്ട്രോണിയസ് വേരിയബിൾ. എന്താണ് എക്സ്ട്രോണിയസ് വേരിയബിൾ എന്ന് നോക്കാം. Extraneous variable that may embed or interfere in the relationship between independent and dependent variable is called extraneous. So നമ്മൾ ഇവിടെ ലൈറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി ലൈറ്റ് മാത്രമായിരിക്കില്ല പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. there could be the noise as well. So നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോയ്സ് ഉണ്ടാവുന്ന കേസിൽ എന്താ സംഭവിക്കുക? So the performance will reduce അല്ലെ, പെർഫോമൻസ് മൈറ്റ് റെഡ്യൂസ്. ചില ആളുകൾക്ക് നോയ്സ് ഉള്ള സമയത്ത് പെർഫോമൻസ് കൂടാനും ചാൻസ് ഉണ്ട്. സോ നമ്മളിവിടെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്താത്ത, നമ്മളിവിടെ ആക്ച്വലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ലൈറ്റിന്റെ പെർഫോമൻസ് ആണ് അല്ലെ. ലൈറ്റ് ബേസ് ചെയ്തിട്ട് പെർഫോമൻസ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഈ ലൈറ്റും പെർഫോമൻസും അല്ലാതെ ഈ പെർഫോമൻസിനെ ഇഫക്റ്റ് ചെയ്യുന്ന അനദർ ഫാക്ടർ കുഡ് ബി ദ നോയ്സ്. ഓക്കെ, സോ ഈ നോയ്സും പെർഫോമൻസിനെ ഇഫക്റ്റ് ചെയ്യാം. അതിനെ പക്ഷെ ഞാൻ അത് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ദിസ് നോയ്സ് ഈസ് കോൾഡ് ആസ് ആൻ എക്സ്ട്രോണിയസ് വേരിയബിൾ ദാറ്റ് കുഡ് ഇന്റർഫിയർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലൈറ്റ് ആൻഡ് പെർഫോമൻസ്. നെക്സ്റ്റ് വൺ ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുന്ന ഒന്നുമില്ല, വേരിയബിൾ ദാറ്റ് ഇസ് ന്യൂമറിക്കലി റെപ്രസെന്റഡ്. നമ്പർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇന്റലിജൻസ് ക്വോഷ്യന്റ് നമുക്കൊരു നമ്പർ ആയിട്ട് പറയാം. വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ്, ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡൻസ്, ഹൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെ, അതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ആണ്. ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുന്നത് ദിസ് ഹാസ് മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ നോട്ട് ന്യൂമറിക്കൽ ബട്ട് കാറ്റഗോറിക്കൽ. അതായത് മെഷറബിൾ ആണ് പക്ഷെ ന്യൂമറിക്കൽ നമ്പർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാറ്റഗോറിക്കൽ ആയിട്ട് പറയാൻ പറ്റും. ഉദാഹരണത്തിന് ജെൻഡർ, മെയിൽ, ഫിമെയിൽ, ഇത് ജെൻഡർ ആണ്. ഇത് നമുക്ക് ന്യൂമറിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മെഷറബിൾ ആണ്, ജെൻഡർ ആണ്, മെയിൽ ഫീമെയിൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ റിലീജിയൻ ലൈക്ക് ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, മുസ്ലിം, റൈറ്റ്. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് ഇസ് ലൈക്ക് കാറ്റഗോറിക്കൽ. കണ്ടിന്യൂസ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്ന ഒന്നുമില്ല, സച്ച് ആസ് വേരിയബിൾ ഹാസ് വാല്യൂ ആൻഡ് ഈസ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ. ഉദാഹരണത്തിന് ഡെസിമൽ പ്ലേസ് ഒക്കെ വരുന്ന കാര്യങ്ങൾ എടുക്കാം. അപ്പൊ ഉദാഹരണത്തിന് 56.5 ദാറ്റ്സ് എ വെയിറ്റ് ഓഫ് സം സ്റ്റുഡന്റ്. ഓക്കെ, 29, 28.5 these are all continuous variable. Discontinuous variable, set of integers that is distinct. ഉദാഹരണത്തിന് number of students, number of two-wheelers, number of cars in a household.
അവിടെ നമുക്ക് 1.5 cars എന്ന് പറയാൻ പറ്റില്ല, 1.5 children എന്ന് പറയാൻ പറ്റില്ല, right? These are numbers, but we cannot say that. So അതിനെ നമുക്ക് discontinuous variable എന്ന് പറയാം. അവിടെ decimal points വരില്ല. കണ്ടിന്യൂസ് ആകുമ്പോൾ നമുക്ക് decimal points വരും. ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ നമുക്ക് നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും, ക്വാളിറ്റേറ്റീവ് നമ്പർ ആയിട്ട് എഴുതാൻ പറ്റില്ല, ബട്ട് മെഷറബിൾ ആണ്. എക്സ്ട്രോണിയസ് എന്ന് പറയുന്നത് ഈ ഡിപെൻഡന്റിന്റെയും ഇൻഡിപെൻഡന്റിന്റെയും റിലേഷനെ എഫക്ട് ചെയ്യുന്നതാണ്. Dependent variable is the one dependent on the independent variable. Independent variables are the one which we can manipulate. The researcher can manipulate. So, ഈ ഒരു ലെക്ചറിൽ നമ്മൾ എന്താണ് ഡെഫിനിഷൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, what are the different parameters which we use in the case of statistics, അതേപോലെ തന്നെ വേരിയബിൾ എന്താണ്, വേരിയബിൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നോക്കാം. ഇതിന്റെ കൂടെ തന്നെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. വർക്ക് ഷീറ്റ്സ് തരുന്നതായിരിക്കും, അതിന്റെ സൊല്യൂഷൻസും തരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യം വർക്ക് ഷീറ്റ്സ് നിങ്ങളായിട്ട് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തതിനു ശേഷം നമ്മൾ തന്ന സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യാം. Okay, so thanks for watching. Stay tuned for the remaining videos. Thank you.